എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, എന്താണ് മത്സരം? ഏറ്റവും കൂടുതൽ തമിഴ്. ഓക്കെ, ആ എടുത്തോ, കുട്ടി എടുത്തോ ഫസ്റ്റ്. എന്ത് ചെയ്യാനല്ലേ? ഫസ്റ്റ് കിഴി. ഓക്കെ, പ്രദീപ് രംഗനാഥൻ മമിത ബൈജു മൂവി 1-0. സിനിമയുടെ നമ്മുടെ സായി അഭയൻകർ മ്യൂസിക് ചെയ്യും. ഓക്കെ, 4ാമത്തെ സിനിമ അല്ലേ സായി അഭയൻകറിന്റെ? 3ാമത്തെ. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് കീർത്തീശ്വരാണ് കേട്ടോ, നമ്മുടെ സുധാ കൊങ്കാരന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. ഓക്കെ, അടുത്ത കിഴി GVP നെക്സ്റ്റ് മൂവി. നമ്മുടെ സെൽവരാഘവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. അതായത് അനൗൺസ്മെന്റ് പോസ്റ്ററാണ് ഇത്. സിനിമയുടെ പേര് മെന്റൽ മനിതൻ. ഓക്കെ, എന്താവും? എന്തായാലും ആൾ അഭിനയിക്കുന്ന സിനിമകൾ അത്രത്തോളം വലിയൊരു സിനിമ ആവാറില്ല. സത്യം. പിന്നെ സെൽവരാഘവൻ ആയതുകൊണ്ട് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. പിന്നെ നല്ല അത്യാവശ്യം നല്ല സ്റ്റോറി ഒക്കെ ആണെങ്കിലും. അതെ, പക്ഷെ ശരിക്കും ആൾക്ക് ഈ മ്യൂസിക് ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോയാൽ പോലെ അത്ര ഭീകരനാണ്. വിജയാന്റണിയുടെ കാര്യം പറഞ്ഞ നല്ല പാട്ടുകാരനാണ്. അതെ, അതായത് എന്തൊരു കിടിലം ഡയറക്ടറാണ്, മ്യൂസിക് ഡയറക്ടർ GVP. ശരിക്കും അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരനാവാം. ഇപ്പൊ ഭയങ്കരനല്ല എന്നല്ല, എന്തായാലും ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആള് തന്നെയാണ് കേട്ടോ. എന്താണെങ്കിലും ആള് ഭയങ്കരനാണ്. റൈഫിൾ ക്ലബ് സിനിമയില് നമ്മുടെ റംസാന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. അലി ക്യാരക്ടർ നെയിം. എത്ര പേരതില്? ഒരു പടക്കുള്ള ആളുണ്ട് കേട്ടോ, അതൊരു പടക്കളമാണല്ലോ. അതെ, എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് ഡിസംബർ 19. SK25 സുധാ കൊങ്കാര മൂവി 2-1. ഓക്കെ, അത് പറയണ്ടല്ലേ. ആ സിനിമ വെറുതെ എന്തിനാ? ഓക്കെ, എന്തായാലും ഷൂട്ട് ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സൂര്യ, ദുൽഖർ, നസ്രിയ, വിജയ് വർമ്മ ഇവരൊക്കെ ഒരുമിക്കേണ്ട ഒരു സിനിമയായിരുന്നു. ആ സിനിമയാണ് ഇപ്പോൾ ശിവകാർത്തികേയൻ, ജയം രവി. 2-1. ജയം രവി, പിന്നെ ആരാ? ശ്രീലീല, പിന്നെ ആരാടാ? വേറെ ആരൊക്കെ ഉണ്ട്? റോഷൻ മാത്യു ഇല്ല, മാറി. ഇല്ല, എല്ലാം. അടുത്തത് സൂര്യ 45 2-2. തൃഷ ഓൺ ബോർഡ് ഒഫീഷ്യലി. ഓക്കെ, അതെ. നീ എന്താണ് വിചാരിച്ചത്? നിന്നെ ഒറ്റയ്ക്ക് വിടുന്നു? വിടത്തില്ലടാ. ഓക്കെ, അടുത്ത കിഴി ഗെയിം ചേഞ്ചർ സിനിമയുടെ റൺ ടൈം ഇത്രയായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. അതായത് ഒഫീഷ്യലി അല്ലട്ടത്, സാധ്യത. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന റൺ ടൈമാണ്. അവര് തരുന്നത് എത്രയാന്നുള്ളത്, ശങ്കർ കൊടുക്കുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇത് കേൾക്കുന്നത് ഇത്ര, തരുന്നത് എത്ര എന്നുള്ള അറിയില്ല അല്ലേ. എന്തായാലും 2 മണിക്കൂർ 42 മിനിറ്റുമാണ് അതായത് സാധ്യത പറയുന്ന റൺ ടൈം. അത് തന്നെ കുറച്ച് കൂടുതലാണ് ശരിക്കും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ശങ്കർ തരുന്നത് ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിരിക്കും. അടുത്തത് പുഷ്പ 2 സിനിമ. ഇന്നലെ വൻ സംഭവങ്ങളൊക്കെയാണ് അരങ്ങേറിയിട്ടുള്ളത്. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല നടനാട്ടോ. പക്ഷെ സിനിമയിൽ ഇത്ര ഇല്ല. ആക്ടിങ് സത്യമായിട്ടും കുടുംബടക്കി നല്ല കിടുകിണ്ണ ആക്ടിങ്. അതെ, എന്താണെങ്കിലും 1000 കോടി റെക്കോർഡിനെ കുറിച്ചാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഇത് വെറും താൽക്കാലിക റെക്കോർഡാണ്. അടുത്ത വർഷം ഇതൊക്കെ മറികടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 1000 താൽക്കാലികം. ആളപ്പോൾ അടുത്തത് നമ്മുടെ ത്രിവിക്രം സിനിമ വരുന്നുണ്ട്. അത് ആളുടെ ഒന്നും പറഞ്ഞിട്ടില്ല. വേറെ ആരും വന്നിട്ട് SSMB വരൂലേ സിനിമ? അല്ല, അങ്ങനെയാണെങ്കിൽ 1000 മുൻപ് ഇട്ടിട്ടുണ്ടല്ലോ. അതുണ്ട്. അതായത് അല്ലു അർജുൻ ഇത് തന്റെ സിനിമ കൊണ്ട് തന്നെ മറികടക്കുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. നോക്കിക്കോ, അങ്ങനെ ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ അറിഞ്ഞൂടാ. പക്ഷെ അല്ല, ആളെന്തായാലും ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പരിപാടി വേറെ ലെവലിലപ്പോ പരിപാടികൾ നടക്കട്ടെ. പ്രമോഷൻ ആണെങ്കിലും ഇങ്ങനെയൊക്കെ വേണം. ഗ്രാൻഡ് പ്രമോഷൻ പരിപാടികൾ. ഇത് സിനിമക്ക് മാത്രമുള്ള പ്രമോഷൻ അല്ല അല്ലേ? അയ്യോ ഭീകരം. അല്ലെങ്കിലേ അതായത് സംഭവം ശരിയാണ്, ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിച്ചു. പക്ഷേ ഇതിന് കേസ് എടുക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ.
അതിൻ്റെ കേസിനെ കുറിച്ചൊന്ന് നോക്കിയാൽ മതി. ഇതിന് ഇത്രയും വലിയ അറസ്റ്റും ഈ രീതിയിലുള്ള ഒരു പരിപാടി ഒന്നും നടക്കൂല. ഉള്ള കാര്യം പറയാലോ. അത് ഇത്രയും വലിയ ബന്ധമുള്ള ആൾക്കാർ, അതും അല്ലു അർജുന്റെ ഫാമിലി തന്നെ ഉണ്ടാവും ഒരു 5 മന്ത്രിമാര്. എന്നിട്ടാണ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത പരിപാടി പിടിക്കേണ്ടത് മനസ്സിലായി കാണല്ലേ? എന്ത് മനസ്സിലാകാനാ? ഇപ്പൊ പറയും നിങ്ങൾക്ക് എന്താണ് അല്ലു അർജുനോട് ഇത്ര ചുരുക്കെന്ന് പറയുമ്പോ അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിക്കും, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. അങ്ങനെ കമന്റ് വരാൻ പോകണം. അല്ലു അർജുനോട് നമുക്ക് എന്ത് ചുരുക്കം, ഒരു പ്രശ്നമല്ല. പക്ഷെ ഈ കാണിക്കുന്നതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. നമ്മുടെ ആമിർ ഖാൻ എന്തിടാ 3-2 ആമിർ ഖാൻ ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്, കാമിയോ റോള്. അപ്പോൾ ജയ്പൂരിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ട്. അതിനുശേഷം നമ്മുടെ ആമിർ ഖാൻ തിരിച്ചു പോകുന്ന ഒരു വീഡിയോ വന്നിട്ട് അല്ലേ, എയർപോർട്ടിലുള്ള സീനാണ്. ഓക്കെ, എന്തായാലും ആളുടെ ലുക്ക് ഇതിൽ മീശ പിരിച്ചു വെച്ച് താടിയൊക്കെ ട്രിം ചെയ്ത് ഉള്ള ഒരു ലുക്കായിരിക്കും എന്നുള്ളതാണ്. സിനിമയിലും അങ്ങനെ ആ ലുക്കിൽ തന്നെ ആയിരിക്കും. സിനിമയിലുള്ള കാര്യം പറഞ്ഞു. നടന്ന് ഇപ്പൊ പോയപ്പോൾ ബാക്ക് നോക്കി എനിക്കത് കാണാൻ പറ്റിയില്ല. മുന്നിൽ കണ്ടില്ല നീ, അത് മുന്നിൽ അല്ലെങ്കിൽ നീ മുൻപാക്ക് ശ്രദ്ധിക്കൂലല്ലോ. പിന്നാമറാണ് താല്പര്യം പാട്ടി. ഒരു മിനിറ്റ്, ഒരു ഉണ്ടല്ലേ, ഞാൻ ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ്. സംസ്കാരത്തോടെ സംസാരിക്കടാ ചെറ്റ പട്ടി. സംസ്കാരത്തോടെ സംസാരിക്കും. അടുത്ത കിവി കറക്റ്റ് യൂസ് ചെയ്തില്ലേ, കിട്ടിയില്ലേ? ഞാൻ ഇത് ഇത്ര പ്രതീക്ഷിച്ചില്ല ഇത് ഈ ടൈമിൽ യൂസ് ചെയ്യുന്നുള്ളത്. ബാരോസ് സിനിമയുടെ ഹിന്ദി റൈറ്റ്സ് പെൻ സ്റ്റുഡിയോസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹിന്ദി റൈറ്റ്സ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അടുത്ത കിഴി. ബാരോസ് 25-ാം തീയതിയാണ് സിനിമ റിലീസിനെത്തുന്നത്. ഒരു പ്രതീക്ഷ ലെവലിലേക്ക് ഒരു ഹൈപ്പ് കയറുന്നില്ല അല്ലേ? അത് അവർ മനഃപൂർവ്വം അങ്ങനെ ഹൈപ്പ് കയറ്റാതിരിക്കുന്നതാണോ? ഒന്നാമത് അങ്ങനെയുള്ളൊരു സിനിമ ആയതുകൊണ്ടല്ലേ. പിന്നെന്താന്നറിയോ, ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി എന്നുള്ളൊരു സാധനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിനിമയ്ക്ക് അത് സത്യമായിട്ടും അതിനൊരു നെഗറ്റീവ് പോലെ കുട്ടികൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അക്ഷയ് കുമാറും പറഞ്ഞു. പ്രൊമോഷന്റെ സമയത്ത് പറഞ്ഞാണത്. അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോ നമ്മള് എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്ന അങ്ങനെ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ അല്ലല്ലോ ശരിക്കും. പക്ഷെ നമ്മളെ കുറിച്ച് ചിന്തിക്കല്ലോ വേണ്ടത് അതിന്റെ കൂടെ. തീർച്ചയായിട്ടും. അതായത് എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടിത്തുണ്ട്, ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ കുട്ടിയില്ലേ, ആ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അത് ശരി. ഇന്നലെയും കൂടി ഞാൻ ടോം ആൻഡ് ജെറി ഇരുന്ന് കണ്ടാവുള്ളൂ. പിന്നെ എനിക്കെന്ത് തേങ്ങ ഇത് കാണുന്നതായിരുന്നു. ഇത് നീ വാങ്ങൂട്ടോ. എന്തിന്? ടോം ആൻഡ് ജെറി ലെവലാണോ ഈ സാധനം? അങ്ങനെയല്ല, ടോം ആൻഡ് ജെറി ഒക്കെ കാണുന്ന ഒരു കാർട്ടൂൺ കാണുന്ന ഒരു മൈൻഡ് നമുക്ക്. പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ഇത് കാണുന്ന പ്രശ്നം. അതായത് അതാണ് ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ കുട്ടിയില്ലേ, ആ കുട്ടികൾക്ക് പറ്റുന്ന സിനിമ അങ്ങനെ എടുത്തൂടെ. എൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും എപ്പോഴും കുട്ടിത്തുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും എൻജോയ് ചെയ്യുമായിരിക്കും. എൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയല്ല, ഒരു 4-5 കുട്ടിത്തുണ്ട്. ഒരു കുട്ടി പല കുട്ടികളുടെ സ്വഭാവം, ചില തെണ്ടിക്കുട്ടികളുടെ സ്വഭാവം. ഇപ്പൊ മറ്റു സാധനം ഒന്നുകൂടി ഇടാൻ പറ്റും. ഏതാ? നേരത്തെ ഇട്ടില്ല ഒരു ക്ലിപ്പ്. അത് ഇടാൻ പറ്റില്ല. നോ, എഡിറ്റ് ചെയ്ത ഞാനായതുകൊണ്ട്. ഓക്കെ, ഞാൻ അടുത്ത കിഴി എടുക്കും. ഓക്കെ, അടുത്ത കിഴി. ദൈവമേ. RC16 സിനിമയുടെ ഇപ്പോൾ നടക്കുന്ന ഷെഡ്യൂള് ഡിസംബർ 15-ാം തീയതി, അതായത് നാളെ കഴിയും. ശേഷം ആളൊരു ചെറിയ ഒരു ബ്രേക്ക് എടുക്കും. കാരണം എന്താ, ഗെയിം ചേഞ്ചർ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആൾക്ക് കുറച്ച് റെസ്റ്റ് വേണം. ഗെയിം ചേഞ്ചർ സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത് ജനുവരി 28-നാണ്. അപ്പോഴേക്ക് ആ ഒരു വിഷമൊക്കെ മാറുമായിരിക്കൂലേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം. ദൈവമേ, ഫുൾ നെഗറ്റീവ് ആണല്ലോ. ശങ്കർ അങ്ങനെയല്ലേ ചെയ്തു വെച്ചിട്ടുള്ളത്, അതിൻ്റെയാണ്. അതുകൊണ്ട് അങ്ങനെ മനസ്സ് തോന്നുന്നതാണ്. സിനിമ ഇറങ്ങിയിട്ടില്ലല്ലേ അതിന് മുൻപിലേ. പക്ഷെ ശങ്കറിനോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാട്ടോ, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. പിന്നെ ഇറങ്ങിയ സോങ്ങുകളാണെങ്കിലും ഒക്കെ കണ്ടപ്പോ തോന്നിയ സംഭവം ശങ്കറിന്റെ സ്ഥിരം പാറ്റേൺ, അല്ലാണ്ട് അതിനകത്തുനിന്നൊന്നും വ്യത്യസ്തമായിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. അതെ, കയ്യിൽ നിന്ന് പോകാൻ സാധ്യത കാണുന്നുണ്ട്. എന്താണ് ശങ്കരേട്ടൻ എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. 10-ാം തീയതി ഇപ്പം നമ്മളിങ്ങനെ പറയും. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ ഫുള്ള് നെഗറ്റീവ് ആണല്ലോ എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ പറഞ്ഞാൽ നിങ്ങൾ ഫുള്ള് ഹൈപ്പ് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇത് സിനിമ ഇറങ്ങുമ്പോൾ വളരെ നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങളങ്ങ് വലിച്ചു കയറും. രണ്ടിൻ്റെ നടുവിൽ കൂടി എങ്ങനെ പോവാം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല.
ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു സാധനത്തോട് ഭയങ്കര താല്പര്യമായിരിക്കും, അതെ അതെ, അല്ലെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഇതിന്റെ രണ്ടിന്റെ നമുക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന എങ്ങനെയാ? അങ്ങനെയുള്ള ചില സിനിമകളുണ്ട്, അതിനെക്കുറിച്ച് അങ്ങനെ പറയും, ജസ്റ്റ് അപ്ഡേറ്റ് പറയുന്നു പോകുന്നു. അങ്ങനെ തന്നെ പറയും. പക്ഷേ നെഗറ്റീവ് വൈബ് മാത്രമുള്ള സിനിമകൾക്ക്, അതായത് ഗെയിം ചേഞ്ചർ ഉദാഹരണം പറയാം, അടുത്ത ഒരു വലിയ ബോംബാകാൻ സാധ്യത കാണുന്നുണ്ട്, ഉള്ളിൽ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മളങ്ങനെ എല്ലാ സിനിമയും പറയാറില്ലല്ലോ. ഇല്ല, നമ്മളെല്ലാ സിനിമയ്ക്കും ഗംഭീരമാട്ടെ എന്ന് പറയുന്നത്, പക്ഷേ ഇതിനോട് അത്ര ഇന്ത്യൻ ടു പഠിപ്പിച്ച പാടതാണ്. പിന്നെ അതിന്റെ ട്രailer തന്ന സൂചന അതായിരുന്നു, ട്രailer തന്ന ഗുണപാഠം അതായിരുന്നു. അടുത്തത് ഓക്കെ, ആസിഫ് അലിയുടെ ഒരു പോസ്റ്റ് വൈറലായിട്ടുണ്ട്, മമ്മൂക്കേന്റെ കൂടെ ഉള്ളതാണ്. അപ്പം വൻ ചർച്ചകളാണ്. ആള് ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കൂടെ ഉള്ളത്. എന്തായാലും ഇതാ പോസ്റ്റ്, ഇപ്പൊ വൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലി ഇത് ഓൾറെഡി ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള റൂമർ ഉണ്ടായിരുന്നു ആസിഫ് അലി MMN ഉണ്ടാവുന്നു, പക്ഷെ ഇല്ല. കണ്ടപ്പോ എടുത്തു. എന്തായാലും രേഖാചിത്രം എന്ന സിനിമയാണ് ഇനി ആസിഫ് അലിൻ്റെത് അടുത്തത് വരാനുള്ളത്. ജനുവരി 9-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ജോഫിൻ ടി ചാക്കോയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ജോഫിൻ തന്നെയല്ലേ? ജോഫിൻ ടി ചാക്കോ. ഈ വർഷം ആസിഫ് അലി തുടക്കം മുതൽ തന്നെ അടിച്ചു കയറട്ടെ. 9-ാം തീയതി ഇതില് മമ്മൂക്കയുടെ ഒരു കാമിയോ ഉണ്ട്, അതായത് ഒരു AI പരിപാടി. ഓക്കെ, അടുത്ത കിഴി മാർക്കോ. ഓ, കിഴി കഴിഞ്ഞു, അപ്പം ഞാൻ ജയിച്ചു. മാർക്കോ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ്. അതായത് ഗൂഗിളിൽ നമ്മൾ ഇതിൻ്റെ കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ പേരുണ്ട് കാസ്റ്റിൽ, പലയിടങ്ങളിലും ഉണ്ട്. അപ്പോൾ നിവിൻ പോളി കാമിയുണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഞങ്ങളുടെ അറിവിൽ നിവിൻ പോളി ഇല്ല എന്നുള്ളതാണ്. അല്ല, ഇങ്ങനത്തെ ഒരു സ്പിൻ ഓഫ് മൂവി പറയുമ്പോൾ അവിടെ അതിന്റെ സാധ്യത എവിടെ? അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു സിനിമയിൽ നിവിൻ പോളിന്റെ ആവശ്യകത എന്ത്? അതെ, അല്ല അതിന് കാമിയോ കൊണ്ടുവരാണെങ്കിൽ തന്നെ അപ്പൊ അത് എന്തായി? മിഖായിൽ 2 ആയില്ലേ? അതായത് ആ ഒരു യൂണിവേഴ്സിൽ ആ ഒരു ഇതിന്റെ ബാക്കിയായിട്ട് നടന്നില്ലേ? ഇത് സ്പിൻ ഓഫ് മൂവി, ഇത് അതിലെ കഥാപാത്രം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വേറെ സിനിമ, വേറെ ശത്രുക്കൾ, അല്ലാണ്ട് വേറെ യൂണിവേഴ്സ്. മൈക്കിളിനൊക്കെ ഞങ്ങൾ പണ്ടാ തട്ടിയിട്ടുണ്ട്. ഞങ്ങളെ ഞാൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് മാർക്കോ നമ്മളോട് പറഞ്ഞത്. അല്ലാണ്ട് മൈക്കിള് അന്നും ഇന്നും എന്നും ഞങ്ങൾ മാർക്കോന്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ്. മിഖായിലിനെ ഞങ്ങൾ കാര്യമാക്കിയിട്ടേ ഇല്ല. എന്താണെങ്കിലും ആ ഒരു സംഭവത്തിലൊന്നുമില്ല കേട്ടോ, അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പല ഇതേപോലെ ഈ വിക്കിപീഡിയയിലൊക്കെ ആർക്കും വേണമെങ്കിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്തതാ, അത്രയൊക്കെ ഉള്ളൂ തോന്നുന്നു. പിന്നെ അപ്പോഴും നമ്മൾ ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് കരുതാറുണ്ടല്ലോ. അതല്ലേ, ഇനി ഇതല്ലാതെ ഇവരുടെ ക്രൂ മെമ്പേഴ്സിനോട് ചോദിച്ചാൽ പോലും അവർക്ക് പോലും അറിയണ്ടാവില്ല ഇതിനകത്ത് നിവിൻ പോളി ഉണ്ടെന്ന്. കാരണം ഒരു സാധനം ഇവര് പുറത്തു വിടുന്നില്ല, ആകെ ഒരു ടീസറും പിന്നെ കുറഞ്ഞ പോസ്റ്റേഴ്സും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടനൊക്കെ പറയുന്നത് വെച്ചിട്ടുള്ള കയറ്റമാണ്. എന്താണെങ്കിലും എന്തായാലും ഡിസംബർ 20-ാം തീയതി നമുക്ക് കാണാം ഈ മുതലിനെ. ഒന്നൊന്നര വരവായിരിക്കും മക്കളെ, ചോര ചീറ്റിച്ചിട്ട് ഒരു വരവുണ്ട് ചെറുക്കന്. ചെവിയൊക്കെ കടിക്കും. മതി വയലൻസ് വേണ്ട. വയലൻസും അല്ല, ഇനി വയലൻസിന്റെ ഒരു കുറവും കൂടെ ഉള്ളു ഈ എപ്പിസോഡില്, ബാക്കി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? അതെന്തായാലും പുഷ്പ സിനിമ കണ്ട അവസ്ഥയായിരിക്കും ചിലപ്പോ. എല്ലാം ഉണ്ട്, ചിരിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ അവര് അപ്പുറത്തേക്ക് പ്രേക്ഷകര് പറയുന്നത് ഞങ്ങളും മലങ്കൾട്ടായിട്ട് ഇത് കാണാറുള്ളൂ. ഞങ്ങള് പോവാണ്, വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബാക്കിയാവുന്നേ കുറെ നേരമായി ഇത്